നടു റോഡില് ജയിലർക്ക് പെൺകുട്ടിയുടെ തല്ല് കിട്ടി. മധുരയിലാണ് സംഭവം. മധുര സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് ജയിലർ ഒരു സ്കൂട്ടറിൽ മധുര ടൗണിൽ കൂടെ പോവുകയായിരുന്നു. കുറെ സ്ത്രീകൾ തടഞ്ഞു നിർത്തി, അടിയും തുടങ്ങി. ഒരു കൊച്ചു പെൺകുട്ടിയാണ് ചെരുപ്പൂരി ഇയാളെ അടി കൂടുതലും കൊടുത്തത്. അയാളെ ഷർട്ട് എല്ലാം പിടിച്ച് വെച്ചു മറ്റു സ്ത്രീകൾ. കാര്യം അത്ര പന്തിയല്ല ഇപ്പൊ അന്വേഷിച്ചപ്പം. സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് ജയിലറുടെ അടുത്ത് ഈ കൊച്ചു പെൺകുട്ടി ചെന്നു. തൻ്റെ വല്യപ്പൻ, അപ്പൻ്റെ മുത്തച്ഛൻ അവിടെ ജയിലിൽ കിടക്കുക, മുത്തച്ഛനെ കാണാൻ പോയി. പെൺകുട്ടി പോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അസിസ്റ്റന്റ് ജയിലർ. അത് കഴിഞ്ഞ് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിലോട്ട് വരണമെന്ന്. കാര്യം മനസ്സിലായി പെൺകൊച്ചിന്. പെൺകുട്ടി വീട്ടിൽ പോയി പറഞ്ഞു. അവിടുത്തെ സ്ത്രീകളെല്ലാം അതില് അരിശം പൂണ്ടു. അവർ ഇയാൾക്കൊരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അയാള് മധുര സെൻട്രൽ ജയിലിലെ സ്കൂട്ടറിലാണ് മിക്കവാറും പോകുന്നത്. അവർ നോക്കിയിരുന്നു. അയാൾ ജോലി കഴിഞ്ഞ് വന്നപ്പം റോഡിൽ വെച്ച് അയാളെ തടഞ്ഞു. അയാളെ ഷർട്ടിന് കയറി കുത്തിപ്പിടിച്ച സ്ത്രീകൾ. കൊച്ചു പെൺകുട്ടി കാലിൽ കിടന്ന ചെരുപ്പെടുത്ത് അയാളുടെ മുഖത്തിനിട്ട് അടി പറ്റി. അടി നിർത്തിയില്ല, 8-10 അടി അങ്ങ് ചെന്നു. അയാളെ ഷർട്ട് ചേർത്ത് പിടിച്ചു നിർത്തിയിരിക്കാതെ മറ്റ് സ്ത്രീകൾ. ആൾക്കാർ ഓടിക്കൂടി. ജയിലറാണ്, അറിയാവുന്നതാണ്, തടസ്സം നിന്നു. അപ്പോഴാണ് പെൺകുട്ടി പറയുന്നത്, താൻ മുത്തച്ഛനെ കാണാൻ ജയിലിൽ പോയി, അപ്പം കാണിക്കുകയും ചെയ്തു. പക്ഷെ ഈ ജയിലറുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ അവഹേളിച്ചു. പെൺകുട്ടിയെ മറ്റു രീതിയിൽ കണ്ടു. അതിന് ഒരു പാഠം പഠിപ്പിച്ചതാണ്. അത് നല്ലൊരു പാഠമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഉദ്യോഗസ്ഥന്മാർ വളരെ ശ്രദ്ധിക്കണം. അബദ്ധവശാൽ കൊലക്കേസിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജയിൽ ശിക്ഷ വിധിച്ചു വന്ന് കിടക്കുന്നവര് അവർ സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ്. അവർക്ക് ചിലർക്ക് അബദ്ധം പറ്റിയെന്നാവും. ചിലർക്ക് അങ്ങനെ ജീവിതത്തിൽ പലർക്കും ഇതുപോലെയുള്ള സംഭവം ഉണ്ടാവും. ജയിലിൽ പോകും. ജയിലിൽ പോയി കഴിഞ്ഞാൽ അയാള് ഏതെങ്കിലും വലിയ ക്രിമിനൽ ആണെന്നൊരു ധാരണ അയാളുടെ വീട്ടുകാരൊക്കെ തങ്ങളുടെ വഴിക്ക് വരണം എന്ന് ജയിലറോ പോലീസോ നിശ്ചയിച്ചത് നല്ലതല്ല. അതിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പൊ ഇവിടെ കിട്ടിയത്. മധുര സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയുടെ മൊഴി വാങ്ങി കേസെടുത്തു. അയാളെ അറസ്റ്റ് ചെയ്തു. അയാളിപ്പോൾ റിമാൻഡിലാണ്. അയാൾ ജയിലിലേക്ക് പോയി. ജാമ്യം ലഭിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. ആ കുട്ടിയുടെ ഈ രീതിയിലുള്ള പ്രവർത്തനം അത് അയാൾക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കും ജയിലിലുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ ഒരു പാഠമാണ്. ഇതുപോലെയുള്ള തല്ല് കിട്ടും ഉറപ്പ്. അതുകൊണ്ട് ആ രീതിയിലുള്ള പെരുമാറ്റം നല്ലതല്ല. അയാളുടെ ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ചാനലിലും യൂട്യൂബിലൊക്കെ കണ്ടു. അയാളുടെ ഷർട്ട് പിടിച്ച് 2 സ്ത്രീകൾ പിടിച്ചു വച്ചിരിക്കുകയാണ്. ഷർട്ടെ പിടിച്ച് അയാളുടെ നെഞ്ചെല്ലാം കാണാം. ആ കൊച്ചു സൈഡിൽ നിന്നൊക്കെ ചെരുപ്പൂരി 8-10 അടി അടിക്കുന്ന കണ്ട്. മുഖത്തിനിട്ടാണ് അടിച്ചിരിക്കുന്നത് മുഴുവൻ. എന്തായാലും അടിയും കിട്ടി. അതുമല്ല, സസ്പെൻഷനുമായി, ഒരു കേസുമായി. ആ പെൺകുട്ടിയെ അവഹേളിച്ചതിനുള്ള കേസ് തീർച്ചയായിട്ടും അത് കൺവിക്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ പ്രതീക്ഷിക്കാം. സമൂഹത്തിലെ സ്ത്രീകളും പെൺകുട്ടികളൊക്കെ വളർന്നു വരികയാണ്. പുരുഷന്മാരെ അത്തരം സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അവരേത് പ്രവൃത്തി ചെയ്യാൻ നല്ല തൻ്റെ ഇടമുള്ളവരാണ്. അതുകൊണ്ട് സ്ത്രീകളാണ് അബലകളാണെന്ന് ആരും കരുതരുത്. അവർക്ക് പറ്റിയില്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ അവരുടെ സഹപ്രവർത്തകരോ വന്ന് അടിക്കും നിങ്ങളെ. ഇതുപോലെയുള്ള പ്രവൃത്തിയിൽ നിന്ന് പിന്മാറുന്നതാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് നല്ലത്.